The Gospel according to St. Matthew chapter 4, verse 10. Worship the Lord your God and serve only him. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. To whom or what are we giving our heart? നമ്മൾ ആർക്കാണ്, എന്തിനാണ് നമ്മുടെ ഹൃദയം നൽകിയിരിക്കുന്നത്? We all serve something. Our ambitions, our comforts, our reputations, our fears. Some serve power, wealth, or the opinion of others. But Jesus calls us to serve only God, to place him above all else. നമ്മൾ ഓരോരുത്തരും പലതിനെയും ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നു, ദൈവമായ കർത്താവിനെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുത്, ആരാധിക്കരുത്. Lent is a season of purification, a time to examine where our true allegiance lies. നോമ്പുകാലം ശുദ്ധീകരണകാലമാണ്. നമ്മുടെ ഹൃദയവും നിക്ഷേപവും എവിടെയാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു സന്ദർഭമാണ്. What are we chasing after? Are our priorities shaped by Christ's love, or are they dictated by self-interest? നാം എന്തിനെ തേടിയാണ് പോകുന്നത്? നമ്മുടെ ആഗ്രഹങ്ങളാണോ അതോ ക്രിസ്തുവിൻ്റെ സ്നേഹമാണോ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും നിർബന്ധിക്കുന്നത്? Do we serve only those who benefit us, or do we seek and serve Christ in every person? എല്ലാവരിലും ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് കഴിയണം. The world tempts us to worship status, ideology, or personal gain, but these things cannot satisfy our souls. ലോകം നമ്മോട് പറയുന്നു, ചില തത്വങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക, ഇതിനൊന്നും നമ്മുടെ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തുവാൻ സാധ്യമാകുന്നില്ല. Only in God do we find true fulfillment, peace and purpose. ദൈവത്തിൽ മാത്രമേ നമുക്ക് പരിപൂർണ സംതൃപ്തിയും സമാധാനവും ലക്ഷ്യവും കണ്ടെത്തുവാൻ സാധ്യമാകുകയുള്ളൂ. Christ does not ask for part of us. He asks for our whole heart. പരിപൂർണമായി നമ്മുടെ ഹൃദയത്തെ ക്രിസ്തുവിന് സമർപ്പിപ്പാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. To serve him is liberation from all false gods that leave us empty. അവനെ ശുശ്രൂഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അന്യ ദൈവങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭ്യമാകും. Today, let us turn our hearts to him completely, surrendering all that distracts and divides. ഇന്ന് നമ്മുടെ ഹൃദയത്തെ പരിപൂർണമായി ക്രിസ്തുവിന് സമർപ്പിക്കാം. May we worship Christ not just in word, but in the way we love, serve and live. വാക്കുകളിലൂടെ മാത്രം ക്രിസ്തുവിനെ ആരാധിച്ചാൽ പോരാ, നമ്മുടെ സ്നേഹം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും കർമ്മം കൊണ്ടും ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവാൻ സാധ്യമാകട്ടെ. In him alone do we find life, truth and salvation. ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് ജീവനും സത്യവും രക്ഷയും ഉള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.